ഫുട്ബോളേഴ്സും ഉണ്ട് അല്ലേ? അത്ലറ്റിക്സ്, ഓടി മെഡൽ നേടാൻ, ഓടി ചാടിയൊക്കെ മോൾ അതിലും ഉണ്ടാ? എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉയർത്തിയ കൈകൾ എണ്ണി നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന മക്കളിൽ ഭൂരിപക്ഷം പേരും എല്ലാത്തിലും ഉണ്ട്. ഒന്നിലും അവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. മിടുക്കികളായി നല്ല മക്കളായി വളർന്നു വരണം. പഠനം നന്നായി കൊണ്ടുപോകണം. പഠിത്തത്തോടൊപ്പം എല്ലാം ഇഷ്ടങ്ങളില്. ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാരുണ്ട്? എല്ലാവരും ചിത്രം വരയ്ക്കോ? വെരി ഗുഡ്. ശരിയാ, ശരി. ഞാൻ വന്നപ്പോ അവര് തന്ന പൂക്കളുണ്ടല്ലോ, എത്ര മനോഹരമായ പൂക്കൾ. അതിന് ഹാറ്റ്സ് ഓഫ് കേട്ടാ. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു നിങ്ങൾ ചെയ്തത്. അഞ്ചേച്ചിയാണ് എല്ലാം ചെയ്തേ. അഞ്ചേച്ചിയാണ് അത് ഏറ്റവും സഹായിക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മളെ കൺഗ്രാറ്റ്സ്. പിന്നെയോ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. രാഷ്ട്രീയക്കാരാവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? അതിലും ഉണ്ടല്ലേ? അത് വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ചെന്ന് രാഷ്ട്രീയക്കാരാവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും പേര് വേണ്ടാന്ന് പറയും. മക്കള്, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം. എന്താ മോനെ? വലുതായിട്ട് ആരാവണം? മന്ത്രിയാവാൻ താല്പര്യമുള്ളവരാരുണ്ട്? വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ പഠിക്കണം. പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാ? മോള് പാടും. 3, 4, 5, 6 എല്ലാവരും പാടുമല്ലോ. നമുക്ക് പാട്ടൊക്കെ കേൾക്കണം. മന്ത്രിയാനി ഇനിയും വരും പാട്ടൊക്കെ കേൾക്കാം കേട്ടോ. നമുക്ക് പാടണം. അപ്പം പഠിക്കണം. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് നമ്മൾ പഠിക്കണം. ഒപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, പാട്ടായാലും ഡാൻസ് ആയാലും ചിത്രരചനയായാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും എന്ത് ഇഷ്ടമുള്ള കളികളും അതും കൂടി ചെയ്യണം. ഒപ്പം രാഷ്ട്രീയം കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം. കേട്ടിട്ടില്ലേ? ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നല്ല പൗരബോധമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വന്നാൽ മാത്രമേ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഏറ്റവും മികച്ച ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനും നിങ്ങളിൽ ചിലരൊക്കെ ആ ജനപ്രതിനിധികളാകാനും ഒക്കെ കഴിയും. നല്ലവർ വന്നാലല്ലേ നമ്മുടെ രാഷ്ട്രീയം നന്നാവുകയുള്ളൂ. നിങ്ങൾ നല്ല കുട്ടികളെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നല്ലതല്ലാത്ത ആളുകൾ വരും. അത് നമ്മുടെ നാടിന് ദോഷമാണ്. അതുകൊണ്ട് എല്ലാ നന്മകളുമുള്ള നല്ല സമൂഹമായി നല്ല മക്കളായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തിനും ഏതിനും നിങ്ങളോടൊപ്പം അരുണും ജയപാലും ഇവരെല്ലാവരും ഉള്ളതുപോലെ ഞാനും ഇനി നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ദത്ത് പോകുന്ന മക്കൾക്ക് ജീവിതത്തിലെ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഈ കുഞ്ഞു മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജീവനക്കാർ, നിങ്ങളോട് തീർത്താൽ തീരാത്ത കടപ്പാട് ഈ സന്ദർഭത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷം. അടുത്ത നമ്മുടെ